സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, പ്രത്യേകിച്ച് പ്രവാസ ജീവിതത്തെ ഒരുപാട് സ്വാധീനിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. ഏകാഗ്രത അഥവാ ഫോക്കസ്. നിങ്ങൾ ഒരു പ്രധാനപ്പെട്ട ജോലി ചെയ്യാൻ തുടങ്ങി 5 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ മനസ്സ് നാട്ടിലെ കാര്യങ്ങളിലേക്കോ അടുത്ത മാസം അടയ്ക്കേണ്ട ലോണിനെ കുറിച്ചോ അലഞ്ഞു തിരിയാറുണ്ടോ? സോഷ്യൽ മീഡിയ നോട്ടിഫിക്കേഷനുകളും ഇമെയിലുകളും വാട്സപ്പ് ഗ്രൂപ്പിലെ ചർച്ചയും കാരണം ഒരു കാര്യത്തിലും പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ? ഒരു സിനിമ കാണുമ്പോൾ പോലും മൊബൈൽ ഫോൺ എടുത്ത് നോക്കാറുണ്ടോ? എങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളികളൊന്നാണ് ഫോക്കസ് നിലനിർത്തുക എന്നത്. നിങ്ങളുടെ ശ്രദ്ധ എന്നത് ഇന്നത്തെ ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള ഒരു കറൻസിയാണ്. ഫേസ്ബുക്കും യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും എല്ലാം കോടികൾ സമ്പാദിക്കുന്നത് നിങ്ങളുടെ ഈ ശ്രദ്ധ വിറ്റാണ്. എന്നാൽ ഏകാഗ്രത എന്നത് ഒരു സൂപ്പർ പവർ പോലെയാണ്. അതിന്റെ റിമോട്ട് കൺട്രോൾ നിങ്ങളുടെ കയ്യിലാണെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്തു തീർക്കാനും നിങ്ങളുടെ ജോലിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനും സാധിക്കും. ഇന്ന് നമുക്ക് ശ്രദ്ധയെ തകർക്കുന്ന ഘടകങ്ങളെക്കുറിച്ചും നമുക്ക് എങ്ങനെ ശ്രദ്ധ വർദ്ധിപ്പിക്കാം എന്നുള്ള ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാം. നമ്മുടെ ഫോക്കസ് തകർക്കാൻ ശ്രമിക്കുന്ന ശത്രു പുറത്തും നമ്മുടെ ഉള്ളിലുമുണ്ട്. ആദ്യം നമുക്ക് ബാഹ്യ ശക്തികളെ കുറിച്ച് നോക്കാം. എക്സ്റ്റേണൽ ഡിസ്ട്രാക്ഷൻ. അവ ഇതൊക്കെയാണ്. ഒന്ന്, ഡിജിറ്റൽ ശത്രുക്കൾ. നിങ്ങളുടെ ഏറ്റവും വലിയ ഡിജിറ്റൽ ശത്രു എന്നത് നിങ്ങളുടെ മൊബൈൽ ഫോണാണ്. നിങ്ങളുടെ ഫോണിൽ വരുന്ന ഓരോ ടിക് ടിക് ശബ്ദവും, വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം നോട്ടിഫിക്കേഷനുകൾ, ഇമെയിലുകൾ, ജോലി ചെയ്യുന്നതിനിടെ എന്തായിരിക്കും ആ മെസ്സേജ്, ആരെങ്കിലും ഫോട്ടോ ലൈക്ക് ചെയ്തോ എന്ന ചിന്ത നിങ്ങളുടെ ഫോക്കസിനെ പൂർണ്ണമായും ഇല്ലാതാക്കും. പ്രവാസികളായ നമുക്ക് നാട്ടിൽ നിന്നുള്ള മെസ്സേജുകളും കുടുംബ ഗ്രൂപ്പിലെ ചർച്ചകളും എന്നിവ ഒഴിവാക്കാൻ കഴിയാത്തവയാണ്. 2, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ. ഉറക്കെ സംസാരിക്കുന്ന റൂംമേറ്റ്, ഇടയ്ക്കിടെ വന്ന് സംസാരിക്കുന്ന സഹപ്രവർത്തകൻ, ഓഫീസിലെ ഫോൺ ബില്ലുകൾ, ടിവിയിലെ ശബ്ദം. ഷെയറിംഗ് റൂമിൽ താമസിക്കുന്ന പ്രവാസികൾക്ക് ഈ ഭൗതിക ശല്യങ്ങൾ വളരെ സർവ്വസാധാരണമാണ്. നമ്മുടെ തലച്ചോറിന് പുതിയതും തിളക്കമുള്ളതുമായ കാര്യങ്ങളോട് എപ്പോഴും ഒരു കൗതുകമുണ്ട്. അതുകൊണ്ട് ഒരു നോട്ടിഫിക്കേഷന്റെ ശബ്ദം കേട്ടാൽ എന്തായിരിക്കും അത് എന്നറിയാൻ നമുക്ക് അടങ്ങാത്ത ആഗ്രഹം തോന്നും. ഈ ഭാഗ്യ ശത്രുക്കളെ നിയന്ത്രിക്കുന്നത് ഫോക്കസ് വർദ്ധിപ്പിക്കുന്നതിനുള്ള ആദ്യ പടിയാണ്. ഇനി നമ്മുടെ ഫോക്കസ് നഷ്ടപ്പെടുന്നതിന്റെ രണ്ടാമത്തെ കാരണം എന്താണെന്ന് നോക്കാം. ഇന്റേണൽ ഡിസ്ട്രാക്ഷൻ. ഇതാണ് കൂടുതൽ അപകടകാരിയായിട്ടുള്ള നിശബ്ദനായ ശത്രു. നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്തകളാണിവ. പ്രവാസ ജീവിതത്തിലെ ഉദാഹരണങ്ങൾ നോക്കൂ. നാട്ടിലെ അച്ഛന്റെ അസുഖം എന്തായി കാണും? വിസ പുതുക്കാൻ ഇനി എത്ര പണം വേണ്ടി വരും? കഴിഞ്ഞ ആഴ്ച ബോസ് അങ്ങനെ പറഞ്ഞത് എന്നെ ഉദ്ദേശിച്ചാണോ? കുട്ടികളുടെ സ്കൂൾ ഫീ എങ്ങനെ അടയ്ക്കും? ഇങ്ങനെയുള്ള 100,000 ചിന്തകൾ. ഇതിനോടൊപ്പം സ്ട്രെസ്, ക്ഷീണം, വിരസത, വിശപ്പ്, ദേഷ്യം, സങ്കടം, ഹോം സിക്നസ് എന്നിവയെല്ലാം ചേരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ കഴിയില്ല. പലപ്പോഴും നമ്മൾ ഒരു ജോലിയിൽ നിന്ന് ഒളിച്ചോടി ഫോൺ എടുക്കുന്നത് ആ ജോലിയോടുള്ള മടി കൊണ്ടല്ല, ഇത്തരത്തിലുള്ള ആന്തരിക അസ്വസ്ഥതകളിൽ നിന്നും തൽക്കാലമായി രക്ഷപ്പെടാനാണ്. അതുകൊണ്ട് ഈ ആന്തരിക ശത്രുക്കളെ തിരിച്ചറിയുന്നത് ഫോക്കസ് വർദ്ധിപ്പിക്കുന്നതിൽ നിർണായകമാണ്. പലരും അഭിമാനത്തോടു കൂടി പറയുന്ന ഒന്നാണ് ഞാനൊരു മൾട്ടി ടാസ്കർ ആണ് എന്ന്. എന്നാൽ സത്യം എന്താണെന്നോ? ഈ മൾട്ടി ടാസ്കിങ് ഒരു മിഥ്യയാണ്. നമ്മുടെ തലച്ചോറിന് ഒരേ സമയം ഒരു കാര്യത്തിൽ മാത്രമേ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയൂ. നമ്മൾ മൾട്ടി ടാസ്ക് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ടാസ്ക് സ്വിച്ചിങ് ആണ്. തലച്ചോറ് ഒരു ജോലിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് അതിവേഗം ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ തുടർച്ചയായ ചാട്ടം കാരണം ഊർജം ഇരട്ടിയായി നഷ്ടപ്പെടുന്നു. കൂടുതൽ തെറ്റുകൾ വരുന്നു. ഓരോ ജോലിക്കും കൂടുതൽ സമയമെടുക്കുന്നു. ഫലത്തിൽ നിങ്ങൾ സമയം ലാഭിക്കുകയല്ല, സമയം പാഴാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് യഥാർത്ഥ പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടത് മൾട്ടി ടാസ്കിംഗ് അല്ല, സിംഗിൾ ടാസ്കിംഗ് ആണ്. അഥവാ ഒരു സമയം ഒരു ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ്. ഇനി ഫോക്കസ് വർദ്ധിപ്പിക്കുവാനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, നിങ്ങളുടെ ചുറ്റുപാടുകൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ മാറ്റിവെക്കുക എന്നുള്ളതാണ്. ഒന്നെങ്കിൽ അതൊരു സൈലന്റ് മോഡിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു റൂമിലോ വെക്കുക. കണ്ണിൽ കാണാതിരുന്നാൽ മനസ്സിൽ വരില്ല എന്നൊരു ചൊല്ലുണ്ട്. സോഷ്യൽ മീഡിയ, ഗെയിംസ് എന്നിവയുടെ നോട്ടിഫിക്കേഷനുകൾ പൂർണ്ണമായും ഓഫ് ചെയ്യുക. നാട്ടിൽ നിന്നുള്ള അത്യാവശ്യ കോളുകൾക്കായി അടിയന്തര നമ്പറുകൾ മാത്രം വരുന്ന രീതിയിൽ ക്രമീകരിക്കാം. രണ്ടാമതായിട്ട് ഒരു ഫോക്കസ് സോൺ ഉണ്ടാക്കുക എന്നതാണ്. നിങ്ങളുടെ റൂമിൽ ജോലി ചെയ്യാൻ മാത്രമായി ഒരിടം കണ്ടെത്തുക. ഷെയറിംഗ് റൂമിലാണെങ്കിൽ ഒരു കോർണർ ആയാലും മതി. അവിടെ ജോലിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വയ്ക്കുക. പുറത്തുള്ള ശബ്ദം ഒഴിവാക്കാനായി ഒരു ഹെഡ്ഫോൺ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. രണ്ടാമത്തെ വഴിയാണ് മണിക്കൂറുകളോളം തുടർച്ചയായി ജോലി ചെയ്യാതെ അതിനെ ചെറിയ ചെറിയ ഭാഗങ്ങളായി മുറിക്കുക എന്നതാണ്. അതിന് ലോകപ്രസിദ്ധമായിട്ടുള്ള ഒരു ടെക്നിക് ഉണ്ട്, പൊമോഡോറോ ടെക്നിക്. ഇത് വളരെ ലളിതമാണ്. അതിനായിട്ട് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ജോലി തിരഞ്ഞെടുക്കുക. അതിനുശേഷം ഒരു ടൈമർ 25 മിനിറ്റത്തേക്ക് സെറ്റ് ചെയ്യുക. ഈ 25 മിനിറ്റ് മറ്റ് ശല്യങ്ങളൊന്നുമില്ലാതെ ആ ജോലി മാത്രം ചെയ്യുക. ടൈമർ അടിക്കുമ്പോൾ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഈ സമയം ജോലിയിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറി നിൽക്കുക. ഇങ്ങനെ 4 പൊമോഡോറോകൾ കഴിഞ്ഞാൽ 15-30 മിനിറ്റ് നീണ്ട ഒരു ബ്രേക്ക്. ഇനി 25 മിനിറ്റ് മാത്രം ശ്രദ്ധിച്ചാൽ മതിയല്ലോ എന്ന ചിന്ത ജോലി തുടങ്ങാൻ നിങ്ങളെ പ്രേരിപ്പിക്കും.
പ്രവാസ ജീവിതത്തിലെ വലിയ വർക്ക് ലോഡുകൾ കൈകാര്യം ചെയ്യാൻ ഇതൊരു മികച്ച വഴിയാണ്. ഇന്ന് തന്നെ നിങ്ങളതൊന്ന് പരീക്ഷിച്ചു നോക്കൂ. അടുത്ത ഒരു വഴിയാണ് സിംഗിൾ ടാസ്കിങ്. നിങ്ങളുടെ തലച്ചോറിന് ഒരേ സമയം പല വഴിയിലേക്ക് തിരിച്ചുവിടാതെ ഒരു സമയം ഒരു ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇത് കേൾക്കുമ്പോൾ വളരെ ലളിതമായി തോന്നാം, പക്ഷേ ഇതിന് വലിയ ശക്തിയുണ്ട്. ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയാണെങ്കിൽ അത് മാത്രം ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മാത്രം ഇമെയിൽ നോക്കുക. കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കുമ്പോൾ ഫോൺ മാറ്റിവെച്ച് അവരുടെ കൂടെ മാത്രം ഇരിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ ടിവിയും ഫോണും ഒഴിവാക്കി ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പ്രവാസികളായ നമുക്ക് വർക്ക് ലൈഫ് ബാലൻസ് വളരെ പ്രധാനമാണ്. സിംഗിൾ ടാസ്കിങ് നിങ്ങളുടെ ജോലിയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക മാത്രമല്ല, നിങ്ങളുടെ മാനസിക സമാധാനം വർദ്ധിപ്പിക്കും. ചെയ്ത കാര്യത്തിൽ നിങ്ങൾക്ക് കൂടുതൽ സംതൃപ്തി തോന്നും. അടുത്തൊരു വഴിയാണ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ. ഫോക്കസ് എന്നത് ഒരു മസിൽ പോലെയാണ്. നമ്മൾ എത്രത്തോളം അതിനെ പരിശീലിപ്പിക്കുന്നുവോ അത് അത്രത്തോളം ശക്തമാകും. മൈൻഡ്ഫുൾനെസ് എന്നാൽ വർത്തമാനകാലത്തിൽ അല്ലെങ്കിൽ ഈ നിമിഷത്തിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ്. ഇതെങ്ങനെ പരിശീലിക്കാമെന്ന് ചോദിച്ചാൽ വളരെ ലളിതമാണ്. എല്ലാ ദിവസവും രാവിലെ 5-10 മിനിറ്റ് ശാന്തമായി ഒരിടത്തിരുന്ന് നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ പുറത്തേക്ക് വിടുമ്പോഴും ശ്രദ്ധിക്കുക. മനസ്സ് അലഞ്ഞു തിരിയുമ്പോൾ ദേഷ്യപ്പെടാതെ സൗമ്യമായി അതിനെ തിരികെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. ഈ ലളിതമായ പരിശീലനം ജീവിതത്തിലെ മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോഴും ശ്രദ്ധ തെറ്റുമ്പോഴും അതിനെ തിരികെ കൊണ്ടുവരാൻ തലച്ചോറിനെ പരിശീലിപ്പിക്കും. ഇതൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ഫോക്കസ് വർദ്ധിപ്പിക്കുന്നതിന് അടിസ്ഥാനപരമായിട്ടുള്ള കാരണം നമ്മുടെ ആരോഗ്യ ശീലങ്ങളാണ്. നിങ്ങളുടെ ശരീരവും മനസ്സും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രവാസികളായ നമ്മൾ പലപ്പോഴും തിരക്കിനിടയിൽ ഇതൊക്കെ മറന്നു പോവാറുണ്ട്. നല്ല ഉറക്കം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ദിവസവും 7-8 മണിക്കൂർ ഉറങ്ങാൻ ശ്രമിക്കുക. ഷിഫ്റ്റ് ജോലിയാണെങ്കിൽ പോലും ഉറക്കത്തിന് ഒരു ചിട്ടയുണ്ടാക്കുക. അടുത്തതായിട്ട് പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. പഞ്ചസാരയും ജങ്ക് ഫുഡുകളും ഒഴിവാക്കി പഴങ്ങളും പച്ചക്കറികളും കഴിക്കുക. പിന്നീടുള്ളതാണ് വ്യായാമം ചെയ്യുക എന്നുള്ളത്. ദിവസവും 30 മിനിറ്റ് നടക്കുകയെങ്കിലും ചെയ്യുക. ഇത് തലച്ചോറിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കും. വെള്ളം കുടിക്കുക എന്നത് ഫോക്കസ് വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ്. നിർജ്ജലീകരണം നിങ്ങളുടെ ഫോക്കസിനെ കാര്യമായി ബാധിക്കും. ഈ ആരോഗ്യപരമായ ശീലങ്ങൾ നിങ്ങളുടെ ഫോക്കസ് വർദ്ധിപ്പിക്കുക മാത്രമല്ല, നിങ്ങളുടെ മൊത്തത്തിലുള്ള ജീവിത നിലവാരത്തെ മെച്ചപ്പെടുത്തുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഈ ഡിജിറ്റൽ ലോകത്ത് നിങ്ങളുടെ ശ്രദ്ധയെ നിയന്ത്രിക്കാൻ പഠിക്കുന്നത് നിങ്ങളുടെ സമയത്തെയും ഊർജത്തെയും ജീവിതത്തെയും നിയന്ത്രിക്കുന്നതിന് തുല്യമാണ്. ഈ ഫോക്കസ് എന്നത് ജന്മസിദ്ധമായ ഒരു കഴിവല്ല, അതൊരു പരിശീലനം മൂലം ഉണ്ടാകുന്ന ഒരു ശീലമാണ്. അതിന്റെ റിമോട്ട് കൺട്രോൾ മറ്റാർക്കും വിട്ടുകൊടുക്കരുത്. ഈ വീഡിയോയിൽ പറഞ്ഞ വഴികൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കി നോക്കൂ. നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാനുള്ള ഏറ്റവും വലിയ ആയുധം നിങ്ങളുടെ ഫോക്കസ് തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.